ബാംഗ്ലൂരിൽ പെയിന്റിംഗ് പണിക്ക് പോയി ലീവിൽ വന്ന പുഷ്പൻ എന്ന ചെറുപ്പക്കാരൻ കൂട്ടുകാരുടെ നിർബന്ധം കൊണ്ട് പാർട്ടി പരിപാടിക്ക് പോയി. പുഷ്പൻ എന്ത് സമരത്തിനാണ് പോകുന്നതെന്ന് ഇദ്ദേഹത്തിന് അറിവില്ലായിരുന്നു. ഇതിനു മുമ്പ് ഏതെങ്കിലും ബ്രാഞ്ചിൽ സജീവമായി പ്രവർത്തിച്ച ആളുമല്ല പുഷ്പൻ എന്ന് പറഞ്ഞത് ബന്ധുക്കളാണ്. ഏറ്റവും വലിയ യുവജന സംഘടന എന്ന കോമഡി പറയുന്ന ഡിങ്കോൾഫികളോ CPM പാർട്ടിയോ നാളിതുവരെ പുഷ്പനെ ഏതെങ്കിലും വിദേശ ചികിത്സ നടത്തി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? CPM അല്ലാത്ത ആരെങ്കിലും പുഷ്പൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ? ആദ്യത്തെ 10 വർഷത്തോളം അയാളെ വീട്ടിലേക്ക് പോലും ചാനലുകാരെയോ പുറത്തുനിന്നുള്ള ബന്ധുക്കളെ പോലും കയറ്റിയിട്ടുണ്ടോ? 30 കൊല്ലത്തോളം കിടക്കപ്പായിൽ കിടത്തിയ പുഷ്പൻ്റെ ഇൻ്റർവ്യൂ എങ്കിലും എടുക്കാൻ കൈരളിയെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ വായ തുറക്കാനോ പോട്ടെ, സോഷ്യൽ മീഡിയ അക്കൗണ്ട് അഡ്മിനെ വെച്ച് തുറക്കാനോ അനുമതി നൽകിയിട്ടുണ്ടോ? പിരിച്ച കോടികളിൽ നിന്ന് വീട്ടുചിലവിന് നൽകുന്ന നക്കാപ്പിച്ച ഔദാര്യം പോലെ നൽകി പേടിപ്പിച്ചു നിർത്തി അത് മുടങ്ങേണ്ട എന്ന ഭയത്താൽ പിന്നീട് പുഷ്പൻ അത് ഉൾക്കൊണ്ട് ജീവിച്ചു. ആ പാവത്തിന് അറിയില്ലായിരുന്നു ഇമ്മാതിരി സമരത്തിൻ്റെ മുന്നിലേക്ക് ചാടാനാണ് പോകുന്നതെന്ന്. സാധാരണ സമരത്തിൻ്റെ മുന്നിൽ നിൽക്കുക നേതാക്കളല്ലേ? ഏതെങ്കിലും സംസ്ഥാന ജില്ലാ ഏരിയ നേതാവിന് വെടിയേറ്റോ? ഒരു പുനരന്വേഷണമോ പോലീസിൻ്റെ വീഴ്ചയാണെങ്കിൽ കോടതിയിലോ DYFI ഇന്നാൾ വരെയോ പോയിട്ടുണ്ടോ? എല്ലാം പ്ലാൻ 2 ആയിരുന്നു. പോലീസിൽ CPM അനുകൂലികളും അടിമകളും ഉണ്ടാകുമല്ലോ. ഇവരെ മനഃപൂർവ്വം ഇട്ടുകൊടുത്തത് തന്നെയാണ്. കൊല്ലാൻ നോക്കിയിട്ടും അതിജീവിച്ചു മന്ത്രിയായ MV രാഘവൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ. അവസാനം എന്തിനാണോ പുഷ്പൻ വെടികൊണ്ടത്, അതേ കാര്യം പിണറായി വിജയൻ കുടുംബത്തിൽ അതേ കാലയളവിൽ മകളെ അമൃത കോളേജിലും മോനെ ലണ്ടനിലും പഠിപ്പിച്ചു നടപ്പിലാക്കി. സമരം ചെയ്ത് എതിർക്കുകയും പിന്നീട് ഭരണത്തിൽ വന്നപ്പോൾ ഉളുപ്പില്ലാതെ സ്വാശ്രയ കോളേജുകൾക്ക് അംഗീകാരം നൽകുകയും ചെയ്തതും ഇതേ പുഷ്പൻ ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞു എന്നത് കാവ്യനീതി. 30 കൊല്ലത്തിൽ പുഷ്പനെ ഏതെങ്കിലും പാർട്ടി കോൺഗ്രസിലോ പൊതുവേദിയിലോ മിനിമം പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാനോ നിന്നിട്ടില്ല. പകരം ആ കുടുംബത്ത് പോയി പുഷ്പനെ അറിയാമോ എന്ന പാട്ടും റീൽസും ഇട്ട് ആ പാവത്തിനെ വിറ്റുതുലച്ചതല്ലാതെ അയാളുടെ മെഡിക്കൽ റിപ്പോർട്ട് പോലും പുറം ലോകം കണ്ടിട്ടില്ല. ജീവനിൽ ഭയമുള്ള കുടുംബക്കാർ വായ തുറക്കില്ല. അയാളുടെ വീട്ടുകാരെ പോലും ഒരു ചാനലിന് മുന്നിലേക്കും സ്വതന്ത്രമായി വിട്ടുകൊടുത്തിട്ടില്ല. ഇതെല്ലാം പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്.